ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള 1 kg റെഡ് വെൽവെറ്റ് കേക്ക് എങ്ങനെയാണ് വീട്ടിൽ ഓവനില്ലാതെ തയ്യാറാക്കുക എന്നതിൻ്റെ റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. അതിനായി ഒരു ബൗളിലോട്ട് 1.5 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ കൊക്കോ പൗഡർ എന്നിവ ചേർത്ത് അരിപ്പ ഉപയോഗിച്ച് 3 പ്രാവശ്യം മിക്സ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കാനായി ഒരു ബൗളിലോട്ട് 1/2 കപ്പ് പാല്, അതിലോട്ട് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. അതിനുശേഷം ഒരു ബൗളിലോട്ട് 4 മുട്ട, 1 പിഞ്ച് ഉപ്പ്, 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യേണ്ടതാണ്. ഇത് നന്നായി മിക്സായി ഒരു പ്ലഫി കൺസിസ്റ്റൻസി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യാറുള്ളൂ. അതുവരെ നമ്മൾ ലോ സ്പീഡ് തൊട്ട് ഹൈ സ്പീഡ് വരെ കൂട്ടി പിന്നെയും കുറച്ച് വേണം മിക്സ് ചെയ്യാനായിട്ട്. നന്നായി പ്ലഫി കൺസിസ്റ്റൻസി ആയതിനു ശേഷം അതിലോട്ട് പഞ്ചസാര മിക്സ് ചെയ്യാവുന്നതാണ്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 കപ്പും പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ 3/4 കപ്പുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി അതിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് ലോ സ്പീഡിൽ മിക്സ് ചെയ്യേണ്ടതാണ്. നന്നായി സൺഫ്ലവർ ഓയിൽ അതുമായി മിക്സ് ആവണം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബട്ടർ മിൽക്കിലോട്ട് ആവശ്യാനുസരണം റെഡ് ജെൽ കളർ ആഡ് ചെയ്ത് നന്നായി തന്നെ മിക്സ് ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലോട്ട് ബട്ടർ മിൽക്കും ചേർത്ത് മിക്സ് ചെയ്യുക. അങ്ങനെ പിന്നെയും ഡ്രൈ ഇൻഗ്രീഡിയൻസ്, പിന്നെ ബട്ടർ മിൽക്ക്, അങ്ങനെ ഒരു രീതിക്ക് കട്ട് ആൻഡ് ഫോൾ മെത്തേഡിൽ മാത്രമേ നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെയാണ് നമ്മുടെ ബാറ്റർ വന്നിരിക്കുന്നത്. ബാറ്ററിൻ്റെ കട്ടി കൂടുതൽ തോന്നുവാണെങ്കിൽ നിങ്ങൾക്കിതിലോട്ട് കുറച്ച് പാൽ ആഡ് ചെയ്ത് ലൂസാക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഈ ബാറ്റർ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിരിക്കുന്ന മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ മോൾഡ് 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ച പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് 30 മിനിറ്റ്സ് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് റെഡിയാവും. ഇനി നിങ്ങളുടെ ആവശ്യാനുസരണം ക്രീം ബീറ്റ് ചെയ്യാവുന്നതാണ്. ക്രീം ബീറ്റ് ചെയ്തതിൻ്റെ കൺസിസ്റ്റൻസി ആ പാത്രം കമഴ്ത്തി പിടിച്ചാലും അതിന് ക്രീം വീഴരുത്. അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ കേക്ക് ബോർഡിലോട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് അതിലോട്ട് ഷുഗർ സിറപ്പും ക്രീമും ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഗ്രേറ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള 2 ലെയേഴ്സിലും നമ്മൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ കേക്കിന് റിച്ച് ആയിട്ടുള്ള ക്രീം ഫിൽസാണ് ഉള്ളിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ടേസ്റ്റ് വൈസ് ഈ കേക്ക് വളരെ ടേസ്റ്റി ആയിരിക്കും. അങ്ങനെ നമ്മൾ ടോപ്പ് ലെയർ സ്പഞ്ചും കൂടെ വെച്ച് കൊടുത്തു, ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ ക്രം കോട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പുറമേ ഒരു ഒറ്റ കോട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ക്രം കോട്ട് ചെയ്തതിന് ശേഷം 30 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അതിനുശേഷം നമ്മളിത് ഫൈനൽ കോട്ട് ചെയ്തു, ഫ്ലവേഴ്സ് വരച്ച് കൊടുത്തു. അതിന് മുകളിലോട്ട് ചെറീസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറീസ് വെച്ച് കൊടുത്താലാണ് ആ കേക്ക് ഒന്ന് സെറ്റായിട്ട് വരത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ കേക്ക് സ്പഞ്ച് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിട്ട് അത് ഹേർട്ട് ഷേപ്പിൽ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.